എല്ലാവർക്കും ഈസി സ്റ്റാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ +1ൻ്റെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ യൂണിറ്റ് 4-ലെത്തി, ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്സ് എന്നുള്ള. ഇന്ന് ഞാൻ എന്നും ബോർഡൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് ബോർഡിൻ്റെ ഞാൻ വീട്ടിലല്ല ഉള്ളത്, അപ്പം ബോർഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ന്യൂസ് പ്രിൻറ്റിൽ നിങ്ങൾക്ക് പേപ്പറിൽ ചെയ്തിട്ട് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് മാത്രമേ എന്നെ ഫേസ് കാണുള്ളൂ, പിന്നെ എൻ്റെ സൗണ്ട് മാത്രമാണ് കേട്ടോ ഉണ്ടാവുക. ഓക്കെ, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നത് ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്സ് എന്നുള്ള യൂണിറ്റ് 4 ആ ചാപ്റ്ററിലേക്കാണ്. അപ്പോൾ നമ്മൾ അതിൽ ഡയഗ്രാംസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഗ്രാഫുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഡയഗ്രാംസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയഗ്രാംസ്, ബാർ ഡയഗ്രത്തെക്കുറിച്ചും പൈ ഡയഗ്രത്തെക്കുറിച്ചും പഠിച്ചു. ബാർ ഡയഗ്രത്തിൽ തന്നെ എന്താണ് 4 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം ആൻഡ് പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം. ദെൻ നമുക്ക് പറയാനുള്ളത് ഗ്രാഫിനെ കുറിച്ചാണ്. നിങ്ങൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പം നമുക്കിപ്പോൾ കയ്യിലുള്ള ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റയുടെ നമ്മളെ ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫുകൾ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫുകളിലേക്ക് പോവാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ്, അതിലാണ് ഇത് ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ് ആൻഡ് ഒജീവ്സ്. ഈ ഒജീവ്സ് തന്നെ എന്തുണ്ട്, ഒജീവ്സിൻ്റെ വേറൊരു പേരാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്നുള്ളത് കേട്ടോ. ഈ ഒജീവ് തന്നെ 2 തരത്തിലുണ്ട്, ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ദാൻ ഒജീവും. അപ്പോൾ നമുക്ക് ആദ്യം പറയാം ഹിസ്റ്റോഗ്രാമിനെ കുറിച്ച് പറയാം. അപ്പം ഹിസ്റ്റോഗ്രാം എന്താണെന്ന്, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഫോർ ഡിസ്പ്ലേയിങ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഈ ഹിസ്റ്റോഗ്രാം തന്നെ നമുക്ക് വരുന്നത് ഈ നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് അതിൽ ബാറുകളായിട്ടാണ് വരയ്ക്കുന്നത്. ബാറിൻ്റെ ഹൈറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ദ ഡാറ്റ. നമുക്ക് ഏത് ഡാറ്റയുടെ ഫ്രീക്വൻസിയാണ് എത്രയാണോ ആ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മളെ ബാറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതിൽ ആക്സിസിൽ നമ്മൾ എന്തെടുക്കും, പിന്നെ ക്ലാസ്സസ് എടുക്കും, വൈ ആക്സിസിൽ എന്തെടുക്കും, ഫ്രീക്വൻസി എടുക്കും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ ഇതാ, വെയ്റ്റ് ഇൻ കിലോഗ്രാം, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഫസ്റ്റ് 30 to 35, 30 to 35 3 സ്റ്റുഡൻസ്, 35 to 40 5 സ്റ്റുഡൻസ്, ദെൻ 40 to 45 12 സ്റ്റുഡൻസ്, 45 to 50 6 സ്റ്റുഡൻസ്, 50 to 55 2 സ്റ്റുഡൻസ്. ഇതാണ് നമ്മളുടെ ഡാറ്റ. കുട്ടികളുടെ വെയ്റ്റും ഉണ്ട്, എന്തുകൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നതെന്ന്, ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് വരയ്ക്കുന്നത്, ഒരു എക്സ് ആക്സിസും വരയ്ക്കുന്നു, പിന്നെ എന്തും വരയ്ക്കുന്നു, ഒരു എക്സ് ആക്സിസും വരയ്ക്കുന്നു, നമ്മൾ ഒരു വൈ ആക്സിസും വരയ്ക്കുന്നു. അപ്പം എക്സ് ആക്സിസും വൈ ആക്സിസും, ഇവിടെ ആദ്യം ഒന്ന് മിസ്റ്റേക്ക് വന്നതാണ്, ഒന്ന് ക്ഷമിച്ചാളെ. അപ്പോൾ ഞാൻ പറഞ്ഞു 30 to 35 അങ്ങനെയല്ലേ നമ്മളെ ഡാറ്റ പോകുന്നത്. അപ്പം ആദ്യം എടുത്ത് 30, ദെൻ 35, നെക്സ്റ്റ് എത്തും നമ്മളെന്ത് 40. ഈക്വലായിട്ട് 1 യൂണിറ്റിൽ വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. 45 50 55. നമ്മളുടെ ഡാറ്റയിൽ ഉണ്ടായിരുന്നത് 50 to 55 ആണ്. നമ്മൾ എന്തെടുത്തു, ഇവിടെ 55 വരെ. പിന്നെ നമ്മളുടെ ഫ്രീക്വൻസി പോകുന്നത് എങ്ങനെയാണ്, 3 5 12 6 2 ഇങ്ങനെയാണ് ഫ്രീക്വൻസി പോകുന്നത്. അപ്പോൾ എന്തെടുത്തു, ഞാനിവിടെ ഓരോ യൂണിറ്റും 5 എന്നെടുത്തു, 5 എന്നെടുത്തു. ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ് 10 എന്നെടുത്തു. അല്ലേ വേണ്ട, നമുക്ക് 1 എന്ന് എടുക്കാം അല്ലേ. 1 2 3 4 5
5 6 7 അങ്ങനെ എവിടെ വരെ എടുക്കുക? 12 വരെ എടുക്കുക. ഞാനിപ്പോൾ 7 വരെ എടുത്തിട്ടുള്ളൂ കേട്ടോ, അത്രേ ഹൈറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എത്രയാണ്? 30 to 35 ആണ്. അപ്പോൾ 30 to 35 നമ്മളുടെ ഫ്രീക്വൻസി എത്രയാണ്? 3 ആണ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3 വരെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ ഇവിടുന്ന് മുകളിലേക്ക് വരയ്ക്കുക. നേരെ ഇങ്ങോട്ട് വരച്ചു. 35 നേരെ മുകളിലേക്ക് വരച്ചു. ദെൻ നെക്സ്റ്റ് 35 to 40 എത്രയാണ്? 5 ആണ്. അപ്പോൾ നേരെ 5 ഇത് അവിടെ ഉണ്ട്. ഇതിലെ ബാർസുകൾ നേരത്തെ നമ്മൾ ബാർ ഡയഗ്രാം വരച്ചപ്പം ബാറുകൾ എങ്ങനെയായിരുന്നു? ഓരോ ബാറുകളായിരുന്നു. ഓരോ ബാറിനിടയ്ക്കും നമുക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വരയ്ക്കുമ്പോൾ നമ്മൾ എന്താണ്? കണക്റ്റഡ് ആയിട്ടുള്ള ബാർസാണ് ഉണ്ടാവുക. ബാർസുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇവിടുന്ന് എവിടേക്ക് വരയ്ക്കുക? 5 എവിടെ വരെയാണ്? 35 to 40 വരെയല്ലേ? അപ്പോൾ നേരെ എവിടെ വരെ? 40 വരെ. ഇങ്ങനെയാണ് എന്തുണ്ടാവുക? നമ്മളെ ബാറുകൾ ഉണ്ടാവുക. ഇനി അടുത്തതിൽ എന്ത് ചെയ്യാം? 40 to 45 അടുത്തത് കൊടുക്കും. അങ്ങനെ നമ്മൾ വരച്ചിട്ട് പോകുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സസ് ആയിട്ടും ഫ്രീക്വൻസി ആയിട്ടുമാണ് എന്തുണ്ടാവുക? നമുക്ക് ഡാറ്റാസ് കിട്ടുക. അപ്പം നമ്മൾ ഓരോന്നും 30 to 35 എന്നുള്ളതിൽ നമ്മളെ ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കുക, അത് 3 ആണെന്ന് എടുക്കുക. ദെൻ 35 to 40 ഫ്രീക്വൻസി എത്രയാണെന്ന് എടുക്കുക, അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അത് വെച്ച് ജോയിൻ ചെയ്തിട്ട് ബാറുകൾ വരയ്ക്കുക. ആ നമ്മൾ വരയ്ക്കുന്ന ബാറുകളൊക്കെ എങ്ങനെയായിരിക്കും? കണക്റ്റഡ് ആയിട്ടായിരിക്കും ബാർ വരയ്ക്കുന്നത്. ഇതാണ് ഹിസ്റ്റോഗ്രാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ സെക്കൻഡ് ഈസ് ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നമ്മൾ വരയ്ക്കുന്ന ഈ ഹിസ്റ്റോഗ്രാമില്ലേ, ഈ ഹിസ്റ്റോഗ്രാമിൻ്റെ ഇവിടെ ഇല്ലേ ഈ മിഡ് വാല്യൂ, ഈ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ, അതാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. നമ്മൾ സെയിം ഈ ഡാറ്റ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ ഡാറ്റ യൂസ് ചെയ്ത് ഒരു ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് വേണം? എക്സ് ആക്സിസും വേണം, വൈ ആക്സിസും വേണം അല്ലേ? എക്സും വേണം, വൈയും വേണം. എക്സും വൈയും. അപ്പോൾ നമ്മൾ എങ്ങനെ ഇടും? 30 to 35 അല്ലേ? അപ്പോൾ 30 അല്ല, നമ്മൾ 30 അല്ല എടുക്കേണ്ട, മിഡ് വാല്യൂ അല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ 30 + 35/2 കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ 30 to 35/2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 30 + 35 60, 65/2. 65/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 32.5. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്ത് ഇവിടെ മിഡ് വാല്യൂ എഴുതി. ഡാറ്റ അത് തന്നെയാണ് കേട്ടോ, അതാണ് ഞാൻ ഇവിടേക്ക് എഴുതാത്തത്. അപ്പോൾ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചു. മിഡ് പോയിൻ്റ് ഫ്രീക്വൻസി എഴുതാം ഞാൻ ഇവിടെ. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് 32.5 അല്ലേ? അപ്പോൾ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. മിഡ് വാല്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ 30 + 35/2 അല്ലേ? അപ്പോൾ എന്തുണ്ടാവും? 32.5. അതിൻ്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും? 2. അടുത്ത 35 to 40 ആണ്. അതിൻ്റെ മിഡ് വാല്യൂ എന്താണ്? 37.5. ഫ്രീക്വൻസി 5. ദെൻ 42.5. ഫ്രീക്വൻസി 12. നേരത്തെ അതേ പ്രോബ്ലം ആണ് കേട്ടോ. ദെൻ 47.5. അതിൻ്റെ മിഡ് വാല്യൂ 6, ഫ്രീക്വൻസി 6. ദെൻ 52.5. അതിൻ്റെ ഫ്രീക്വൻസി 2. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളുടെ എക്സ് ആക്സിസിൽ എന്ത് ചെയ്യാൻ മാർക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് 32.5. സെക്കൻഡ് 37.5. ഇവിടെ 42.5. പിന്നെ 47.5. ദെൻ 52.5. അപ്പം ഇവിടെ എന്താ എഴുതുന്നത്? നമ്മൾ എക്സ് ആക്സിസിൽ
മിഡ് പോയിൻ്റ്. ദെൻ ഇനി വൈ ആക്സിസിൽ എന്ത് എഴുതണം? നമ്മളുടെ ഫ്രീക്വൻസി എഫ് ആണ്, ഫ്രീക്വൻസിയാണ് വൈ ആക്സിസിൽ എഴുതുന്നത്. അപ്പോൾ നമുക്ക് 2 തൊട്ട് ഇങ്ങനെ എഴുതാം അല്ലേ? 2, 4, 6, 8, 10, 12, 14. ഇപ്പം നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകുന്ന വിചാരിക്കുക, ഇവിടെ ഫ്രീക്വൻസി ഞാൻ 2, 4, 6, 8 അങ്ങനെയാണ് എടുത്തത്. മേലെ നമ്മൾ എടുത്തപ്പോൾ 1, 2, 3, 4 അങ്ങനെ ഇട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകുമ്പോൾ 1, 2, 3, 4 ഇട്ടുമ്പോൾ നമുക്ക് 12 വരെ ഫ്രീക്വൻസി ഉണ്ടല്ലോ. അപ്പം ഈ ആക്സസ് എന്തായും കുറേ മുകളിലേക്ക് പോകൂലേ? അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ 2, 4, 6, 8 എന്ന് എടുത്തത്. ഇത് തന്നെ അവിടെ എത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, 2, 4, 6, 8 എന്നുള്ളത്. അപ്പം നമുക്ക് 32.5ൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 2 അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നേരെ 2 ചെയ്യാം. എന്നിട്ട് അടുത്ത 37.5 5 അല്ലേ? അപ്പോൾ 4ൻ്റെയും 5ൻ്റെയും ഇടയ്ക്ക്. അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യും? 5 മാർക്ക് ചെയ്യും. ദെൻ 42.5ൽ എത്രയാണ്? 12 അല്ലേ വീഴുന്നത്? അപ്പോൾ ഇവിടെ 12. നെക്സ്റ്റ് എത്രയാണ്? 47.5ൽ 6. ഇവിടെ 52.2. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി യൂസ് ചെയ്ത് ഇത് വരയ്ക്കുന്നത് പോളിഗൺ ആവുമ്പം, അതാണ് കേട്ടോ ഇതിൽ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ, പോളിഗൺ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ എൻ പോയിൻറ്റ്സ് ഇല്ലേ, നമ്മളുടെ പോളിഗണിൻ്റെ എൻ പോയിൻറ്റ്സ് എന്ത് ചെയ്യണം, അതിൻ്റെ ഇടയ്ക്കുള്ള ഇതിൻ്റെ എക്സ് ആക്സിസിൻ്റെ ഈ മിഡ് പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്ത് വരയ്ക്കണം രണ്ട് സൈഡിലോട്ടോ. ഇവിടെ ഇപ്പോൾ 52.5 അല്ല 57.5 ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൻ്റെ സെൻറ്ററിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കണം. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും, മിഡ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഈ വാല്യൂ വെച്ചിട്ട് എക്സ് ആക്സിസിൽ മിഡ് വാല്യൂ എടുക്കണം, വൈ ആക്സിസിൽ ഫ്രീക്വൻസി എടുക്കണം. ആ മിഡ് വാല്യൂ എന്ത് ചെയ്യണം, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ജോയിൻ ചെയ്യേണ്ടത്. ഇനി നേരെ ഫ്രീക്വൻസി കേർവിലേക്ക് പോവുകയാണ് നമ്മൾ. അപ്പോൾ തേർഡ് വണ്ണാണ് നമ്മളേത് ഫ്രീക്വൻസി കേർവ് എന്നുള്ളത്. അപ്പോൾ ഫ്രീക്വൻസി കേർവ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ചെയ്തത് ഏത്, നമ്മളുടെ ഫ്രീക്വൻസി പോളിഗൺ. ആ ഫ്രീക്വൻസി പോളിഗണിനെ നേരെ എന്തിലേക്ക് കൊണ്ടുവന്നു, കേർവ്. ഫ്രീക്വൻസി പോളിഗൺ ആകുമ്പോൾ നമ്മൾ എന്തായാലും സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ അത് ജോയിൻ ചെയ്തത്. ഇതിൽ ഒരൊറ്റ വ്യത്യാസം, കേർവ് ഫ്രീക്വൻസി കേർവ് എന്ന് പറയില്ല. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻസിന് പകരം എന്താ വരയ്ക്കേണ്ടത്, കേർവുകളാണ് വരയ്ക്കേണ്ടത്. ബാക്കി എല്ലാം സെയിം ആണ്. എന്തുപോലെ, ഫ്രീക്വൻസി പോളിഗൺ പോലെ. ഫ്രീക്വൻസി പോളിഗൺ ഉള്ളതുപോലെ നമ്മൾ മിഡ് വാല്യൂ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. എക്സ് ആക്സിസിൽ നമ്മൾ മിഡ് പോയിന്റ് ആണ് എഴുതുക, വൈ ആക്സിസിൽ നമ്മൾ എന്തും എഴുതും, ഫ്രീക്വൻസി എഴുതും. അപ്പോൾ നമ്മളുടെ ഇത് എങ്ങനെ ഉണ്ടാവും, എക്സ് ആക്സിസിൽ എന്തുണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും. വൈ ആക്സിസിൽ വൈ ആക്സിസിൽ ഫ്രീക്വൻസിയും എക്സ് ആക്സിസിൽ എന്തും മിഡ് പോയിന്റും കേട്ടോ. മിഡ് പോയിന്റും ഇവിടെ ഫ്രീക്വൻസി നമ്മൾ നേരത്തെ എഴുതിയ പോലെ നേരത്തെ സെയിം ഡാറ്റയാണ്. അപ്പോൾ 32.5, 37.5, ദെൻ 42.5, 47.5, 52.5, ദെൻ 57.5. വൈ ആക്സിസ് നമ്മൾ ഫ്രീക്വൻസി 2, 4, ദെൻ 6, 8, 10, 12 എടുത്തു. നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തു. 32.5ൽ 2 ആണ്. ദെൻ 37ൽ നമ്മൾ ഏതായിരുന്നു, 5. അടുത്ത 42.5ൽ 12. അത് കഴിഞ്ഞിട്ട് ഏതാണ്, 47.5. 47.ൽ 6. ദെൻ ലാസ്റ്റ് 52ൽ 2. എന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഫ്രീ ഹാൻഡിൽ നമ്മളിങ്ങനെ കർവ് വരച്ചു പോകുന്നു. ഇങ്ങനെ
അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം, നേരത്തെ ചെയ്തതുപോലെ എൻ പോയിൻറ്റ്സ് നമ്മൾ അതിനെ തൊട്ട് പുറകിലുള്ള അതിൻ്റെ മിഡ് പോയിന്റിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇവിടെ ലാസ്റ്റിൽ വരുന്നതിൻ്റെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുക. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി കർവ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഒജീവ്സ്. ഈ ഒജീവ്സ് എന്ന് പറയുന്നത് വേറൊരു പേരാന്ന് പറഞ്ഞു, എന്ത്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒജീവ്സ് എത്ര, 2 ടൈപ്സ് ഒജീവ്സ് ഉണ്ട്, ലെസ് ദാൻ ഒജീവും ഗ്രേറ്റർ ദാൻ ഒജീവും. അപ്പം ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ലെസ് ദാൻ ഒജീവ് അല്ലെങ്കിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താണെന്ന് ആദ്യം പറയാം അല്ലേ. അപ്പം നമുക്ക് കിട്ടിയ ഡാറ്റ ഇതാണ്, ഏജും ഫ്രീക്വൻസിയും. അപ്പം ഏജ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. ഫ്രീക്വൻസി 4, 12, 28, 18, 6, 2. അപ്പം നമുക്ക് ഇതിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലെ ഒജീവ്സ് വരയ്ക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്കിതിൻ്റെ നെക്സ്റ്റ് കോളംസ് ആദ്യം ഉണ്ടാക്കിയിട്ടല്ലേ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അപ്പർ ബൗണ്ട്സ് എടുക്കണം. അപ്പർ ബൗണ്ട് എങ്ങനെ എടുക്കുക, നമ്മളെ ക്ലാസ്സിൻ്റെ ഈ റൈറ്റ് സൈഡിൽ വരുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത്, അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ആ അപ്പർ ബൗണ്ടാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അപ്പം ഇവിടെ എത്രയാണ്, 10, 20, 30, 40, 50, then 60. ഇനി എന്ത് വേണം, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണ്ടേ. അപ്പം നിങ്ങൾ പഠിച്ചതല്ലേ കഴിഞ്ഞ ചാപ്റ്ററിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം 4 എഴുതുക, 4നോട് 12 ആഡ് ചെയ്യുക, അത് എഴുതുക 16, 16 + 28, 36 + 8, 44. അടുത്തത് ഇങ്ങനെ അതിനോട് 18 ആഡ് ചെയ്യുക, അപ്പോൾ 44 + 18, 54ഉം 62. ദെൻ എന്ത് വരും, +6, 62 + 6, 68. ദെൻ 68 + 2 എത്ര വരും, 70. ഇതാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് നമുക്ക് വേണ്ട ടേബിൾ. ഇതാണ് ഒരു ക്ലാസ് ഇൻ്റർവെൽ തരും, അതിൻ്റെ ഫ്രീക്വൻസി തരും, എന്നിട്ട് നമ്മൾ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, ആദ്യം അപ്പർ ബൗണ്ട്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവാണ്, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ അപ്പർ ബൗണ്ട് എഴുതുക, എന്നിട്ട് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, നമ്മളുടെ ഗ്രാഫിലേക്ക് പോവുക. എങ്ങനെ, എക്സ് ആക്സിസും വേണം വൈ ആക്സിസും വേണം. എക്സ് ആക്സിസും വൈ ആക്സിസും. എന്നിട്ടോ ഇതിൽ നമ്മൾ എക്സ് ആക്സിസിൽ എഴുതുക നമ്മൾ അപ്പർ ബൗണ്ട് എത്രയാ, 10, 20, 30, 40, 50, 60. ദെൻ ഇവിടെ എഴുതുന്നത് നമുക്ക് ഈ ഫ്രീക്വൻസി ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് 4, 16, 44, 62, 80 അങ്ങനെ 70 അല്ലേ. അപ്പോൾ നമുക്കെങ്ങനെ എടുക്കാം, 10ൽ എടുക്കാം അല്ലേ. അപ്പോൾ 10, 20, 30, സോറി കാണുന്നില്ലായിരുന്നു, 40, 50, 60, ദെൻ 70. അപ്പോൾ നമുക്ക് 10ൻ്റെ ഫ്രീക്വൻസി എത്ര നോക്കാം. 10ൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, 4. അപ്പോൾ 4 എന്ന് പറഞ്ഞത് എവിടേക്ക് വരും, അപ്പോൾ ഫസ്റ്റ് ഫ്രീക്വൻസി 10ൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, 4 അല്ലേ. അപ്പോൾ 10ൻ്റെ ഫ്രീക്വൻസി 4 ഇവിടെ മാർക്ക്. 20യുടേത് എത്രയാണ്, 20യുടേത് 16. അപ്പോൾ 20യുടേത് നമ്മളെവിടെ ചെയ്തു, 16 ഏകദേശം ഇവിടെ വെച്ചു. ദെൻ 30യുടേത് 44. അപ്പോൾ 14 കഴിഞ്ഞു 44. ദെൻ 40യുടേത് എത്രയാണ്, 22. ഓക്കെ. അപ്പോൾ 40യുടേത് 22 അല്ല കേട്ടോ, 62 ആണ്. അപ്പോൾ ഇതിൻ്റെത് 62. അപ്പോൾ കുറച്ച് മുകളിലേക്ക് പോകും.
അടുത്തത് എത്രയാണ് 50യുടേത് 68. അടുത്തത് 60യുടേത് 70. അപ്പം ഞങ്ങളുടെ ഇത് ഇങ്ങനെ ഉണ്ടാവും, എന്താ ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ കർവ്. ഇതാണ് എന്തെന്ന് പറയുന്നത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ലെസ് ദാൻ അച്ചീവ്, അതിൻ്റെ എൻഡ് പോയിൻ്റ് നമ്മൾ എവിടേക്ക് ജോയിൻ ചെയ്യും, നമ്മളുടെ ഈ ഇതിലേക്ക് ഇവിടേക്ക് ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ലെസ് ദാൻ. ഇനി ഗ്രേറ്റർ ദാൻ അച്ചീവ്. ഗ്രേറ്റർ ദാൻ കാണണമെങ്കിൽ നമ്മൾ എവിടെ വേണം, ഇവിടെ ഇത് ലെസ് ദാൻ ആകുമ്പോഴാണ് അപ്പർ ബോണ്ട് എടുക്കേണ്ടത്. ഇവിടെ എന്തായിരിക്കും അപ്പോൾ എഴുതിക്കേണ്ടി വരിക, നേരെ ലോവർ ബോണ്ട്. ദെൻ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് പകരം ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏതാണ്, ഈ ലെഫ്റ്റ് സൈഡിലുള്ള കേട്ടോ ലെസ് ദാൻ. അപ്പോൾ ലോവർ ബൗണ്ട്. അപ്പോൾ 0, 10, 20, 30, 40, 50. ഇനി ഇതുമ്പോൾ എന്താണ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുമ്പോൾ നമുക്ക് ഏതാ വേണ്ട, ആദ്യം ടോട്ടൽ ഫ്രീക്വൻസി 70. 70ന്ന് എത്ര മൈനസ് ചെയ്യണം, 4 ലെസ് ചെയ്യുക. അപ്പോൾ 66. ദെൻ 16 ചെയ്തിട്ടുണ്ടെങ്കിൽ 56ഉം 50 ഉണ്ടാവും. അതിൽ നിന്ന് 44 അങ്ങനെ ലെസ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഫ്രീക്വൻസി കർവ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും, സെയിം ഒന്നുമില്ല, 2 ആക്സിസ് വരയ്ക്കുക. എന്നിട്ട് ഇതിൽ ലോവർ ബൗണ്ട് കേട്ടോ, ഇവിടെ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ലോവർ ബൗണ്ട് എങ്ങനെ, 0-ലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0, 10, 20, 30, 40, 50 വരെ. ഇവിടെ അങ്ങനെ 70 വരെ അല്ലേ, ഇവിടെ നമുക്ക് 10 എന്ന് എടുക്കാം അല്ലേ. 10, 20, 30, 40, 50, കുറച്ചുകൂടി പൊന്തിക്കാം, 60, 70. അപ്പം നമ്മൾ ആദ്യം നമുക്ക് ഏതാ 0-ൽ 70 അല്ലായിരുന്നു ഫ്രീക്വൻസി, അപ്പോൾ ആദ്യം ഇവിടെ വരും. പിന്നെ അടുത്ത 10-ൽ 66 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. പിന്നെ 20-ൽ 50. അപ്പോൾ നമുക്ക് വരുന്നത് എന്തായിരിക്കും, ഇങ്ങനെ ഇങ്ങോട്ട് താഴേക്ക് തിരിഞ്ഞിട്ടുള്ളൊരു ഗ്രാഫായിരിക്കും. എന്തെങ്ങനെ താഴേക്ക് വരുന്നൊരു ഗ്രാഫായിരിക്കും എന്ത് ചെയ്യുക നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതാണ് ലെസ് ദാനും ഗ്രേറ്റർ ദാനും. അപ്പം ഇതിലിപ്പോൾ നമ്മൾ എന്തിനാണ് ജീവ്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡാറ്റ തന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് പറയാം ഈ 36-നേക്കാൾ നമ്മളിപ്പോൾ ഏജും ഇതും ഫ്രീക്വൻസിയാണ് തന്നെങ്കിൽ അപ്പം ഏജ് 30യേക്കാളും കുറവുള്ളത് എത്ര പേരുണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ 40യേക്കാളും കൂടുതൽ എത്ര പേരുണ്ട്, അങ്ങനെ ഒരു ഇത് കണക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജീവ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ 30-ന്ന് നേരെ എന്ത് ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ മുകളിലേക്ക് ചെയ്യുക. എവിടെയാണോ അത് ടച്ച് ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇവിടുന്ന് നേരെ എവിടേക്കും വരയ്ക്കുക, ഈ വൈ ആക്സിസിലേക്കും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പം ഇതിൻ്റെ താഴെയുള്ളതായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് 30-നേക്കാളും കുറവുള്ളതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ടെണ്ണം ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും നമ്മൾ ഒരൊറ്റ ഗ്രാഫിൽ വരയ്ക്കാൻ വിചാരിക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ ആ രണ്ട് ഗ്രാഫും ഒന്ന് ഇങ്ങനെ താഴോട്ടായിരിക്കും, ഒന്ന് ഇങ്ങനെ ഒന്ന് താഴേന്ന് മുകളിലേക്കായിരിക്കും, ഒന്ന് മുകളിൽ താഴേക്കായിരിക്കുമല്ലോ. അപ്പോൾ രണ്ടും എന്തായാലും ജോയിൻ ചെയ്യുമല്ലോ. ആ ജോയിൻ ചെയ്യുന്ന ആ മിഡ് പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത് മീൻ. ആ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ നേരെ താഴോട്ട് ആക്സിസിലേക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം നമ്മൾ ഇപ്പോൾ എന്ത് കഴിഞ്ഞു, ഈ 4th മൊഡ്യൂൾ കഴിഞ്ഞു കേട്ടോ, 4th യൂണിറ്റ് കഴിഞ്ഞു. അപ്പം പറഞ്ഞത് ഗ്രാഫുകളായിരുന്നു. നമ്മളുടെ ക്യുമുലേറ്റീവ് ഹിസ്റ്റോഗ്രാം പറഞ്ഞു,
പിന്നെന്ത് ഫ്രീക്വൻസി പോളിഗൺ പറഞ്ഞു, ഫ്രീക്വൻസി കേർവ് പറഞ്ഞു, ദെൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കേർവ് അല്ലെങ്കിൽ ഒജീവ്സിൽ 2 എന്ന് പറഞ്ഞു. ഇത് ഗ്രേറ്റർ ദാൻ ഒജീവും ലെസ് ദാൻ ഒജീവും, അങ്ങനെ 2 എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ബോർഡില്ലാത്ത ബുദ്ധിമുട്ട് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം പിന്നെ അത് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.